കോഴിക്കോട് വിലങ്ങാട് കൃഷിഭൂമിയിൽ തീപിടുത്തം. റബ്ബർ കൃഷി കത്തി നശിച്ചു. തീ അണച്ചെങ്കിലും രാത്രിയിലും തീ വ്യാപിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇംതിയാസ് കരീം വിവരങ്ങൾ നൽകും. അതിനുമുമ്പ് ദൃശ്യങ്ങളൊന്ന് കാണാം. അങ്ങേ ഭാഗം മുഴുവൻ കത്തി അങ്ങനെ തീ വന്നെന്ന് പറഞ്ഞു. അങ്ങ് മലയങ്ങാട് ഭാഗത്തുനിന്ന് തീ വന്നത്. അന്നേരം അവിടുന്ന് തീ വന്ന് ഞാൻ വന്ന് നോക്കുമ്പോൾ പെരയുടെ മുകൾ ഭാഗം ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിൻ്റെ സൈഡെല്ലാം മൊത്തം കത്തിപ്പോയി. കുറേ പാറക്കെട്ടുകളുണ്ട്. ഈ പാറക്കെട്ടുകളെല്ലാം കൂടി തീ പിടിച്ച് ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ പെരയുടെ പുറവശത്തേക്ക് വന്ന് കുറേ പാറക്കല്ലുകൾ കൂട്ടം കൂട്ടമായിട്ട് വന്ന് പൊട്ടി വീണ് ഞങ്ങളുടെ വീടിൻ്റെ പുറവശത്ത്. പിന്നെ നേരം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ അതെല്ലാം എടുത്ത് കല്ലെല്ലാം എടുത്ത് മാറ്റി. അപ്രാന്തയും തേക്കുന്നയും പോയി. ഒരു പൈസയും കിട്ടുമല്ലോ. നമ്മളിങ്ങനെ പറയാന്നല്ലാണ്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഉരുള് പൊട്ടിയിട്ട് വെള്ളം കയറിയിട്ട് ആധാരവും പട്ടം എല്ലാം പോയി. അതിന് ഒരു അഡ്രസ്സും ഇല്ല. വില്ലേജ് ചെന്നപ്പോൾ ഞങ്ങൾ വിളിക്കാമെന്ന് പറയും. അല്ലാണ്ട് ഒരു കാര്യമില്ല. എപ്പോസ് വന്ന് ആ വണ്ടി മുകളിലോട്ട് കയറുമല്ല, പൈപ്പ് അവർക്ക് കിട്ടുമല്ല. കാരണം അവർ മടങ്ങിപ്പോയത്. തീ അണയ്ക്കുന്ന വൈകുന്നേരം ആകുമ്പോൾ അങ്ങാടിയിൽ നിന്നുള്ള ആൾക്കാരെല്ലാം വരും. അങ്ങനെ പിന്നെ അയലോക്കാരെല്ലാം കൂടും. ഇംതിയാസ് കരീം കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, തീ അണഞ്ഞിട്ടുണ്ട്, പക്ഷേ വീണ്ടും തീ പിടിക്കുമോ എന്നുള്ള ആശങ്ക അവിടുത്തെ നാട്ടുകാർക്കുണ്ട്. വിവരങ്ങൾ എന്താണ്? പൂജ, തീർച്ചയായും. അതായത് മുൻ വർഷങ്ങളിലൊക്കെ ഇതേപോലെ തീപിടുത്തം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഇതേപോലെ തന്നെ ഈ മേഖലയിൽ തീപിടുത്തം ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആശങ്ക. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ വിലങ്ങാട് മലയങ്ങാട് ഭാഗത്തെ കൃഷിഭൂമിയിൽ ഈ തീ പടരുന്നതായിട്ട് അവിടുത്തെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പ്രധാനമായിട്ടും അടിക്കാടുകൾക്ക് കാര്യമായി തന്നെ തീ പടർന്ന് അടിക്കാടുകളെല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. പ്രധാനമായും റബ്ബർ കൃഷിയാണ് ആ ഭാഗത്തുള്ളത്. 6ഓളം റബ്ബർ മരങ്ങൾക്കും തീ പിടിച്ചതായിട്ട് ഇവരൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ റബ്ബറുകളൊക്കെയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ളവർ